നമ്മുടെ അയൽഗ്രാമത്തിലെ ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു സൂര്യകാന്തി പാടം ഉള്ളപ്പോൾ അതൊന്ന് പോയി കാണാതിരിക്കുന്നത് മോശമല്ലേ? സർപ്രൈസ് തരാമെന്ന് പറഞ്ഞ മക്കളെയും കൂട്ടി ഇങ്ങോട്ടേക്ക് പോകുന്നു. ഈ മഞ്ഞ വസന്തം ശരിക്കും ഒരു സർപ്രൈസ് തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ ചെന്ന സമയം വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ സൂര്യകാന്തി പൂക്കളെല്ലാം തല കുമ്പിട്ട് നിൽക്കുമായിരുന്നു. രാവിലെ 7 മുതൽ 10 വരെയും വൈകുന്നേരം 3:30 മുതൽ 6 മണി വരെയാണ് ഇവിടുത്തെ എൻട്രൻസ് സമയം. ഇവിടെ എൻട്രൻസ് ഫീസും വെറും 20 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഫാമിലിയായിട്ട് അടിപൊളിയായിട്ട് പോയിട്ട് വരാൻ പറ്റിയ ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ സൂര്യകാന്തി കൃഷിയും ബന്ദി കൃഷിയും ഒക്കെ നടത്താറുണ്ട്. അതിൻ്റെ സീസണായി കഴിയുമ്പം ഇതുപോലെ ചെറിയൊരു തുക എൻട്രൻസ് ഫീസും വെച്ച് ആളുകൾക്ക് ഇവിടെ എൻട്രൻസ് അനുവദിക്കാറുമുണ്ട്. കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് ഈ വർഷത്തെ മാറ്റം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുമായിട്ടൊക്കെ വരുന്നവർക്ക് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പാകത്തിനുള്ള കുറച്ച് സംഗതികളും അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ചെറിയൊരു പാർക്കിംഗ് സെറ്റപ്പും ഊഞ്ഞാലും സൈക്കിൾ സഫാരിക്കുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ നമ്മുടെ ചക്രമുടിക്ക് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ബൈസൺ വാലി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഈ ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ബന്ദിപ്പൂക്കളുടെ കൃഷി കഴിഞ്ഞ സ്ഥലമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. മുളംകൂട്ടങ്ങളും പറമ്പിനരികിലൂടെ ഒഴുകുന്ന ചെറിയൊരു പുഴയും പുഴയുടെ മുകളിലൂടെ ഒരു മുളം പാലവും ഒക്കെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് ചെറിയൊരു ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ് ഇത്. എൻട്രൻസ് സമയം രാവിലെയും വൈകുന്നേരവും ആയതുകൊണ്ട് തന്നെ ആ സമയത്തെ കാലാവസ്ഥയും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. കുട്ടികളായിട്ട് വരുന്നവർക്ക് അധികം വെയിലും ചൂടും ഒന്നുമില്ലാതെ ഈ മുളംകൂട്ടങ്ങളുടെ ഇടയിൽ ചെറിയൊരു കുളിർമയുള്ള കാറ്റും ഒക്കെ ആയിട്ട് അടിപൊളി വൈബാണ്. ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്ന ചെറിയൊരു പാർക്കിംഗ് സെറ്റപ്പ്. വലിയ ബഡ്ജറ്റിലുള്ള വലിയ സംവിധാനമൊന്നുമല്ലെങ്കിലും നമ്മൾ കൊടുക്കുന്ന 20 രൂപ എൻട്രൻസ് ഫീസിന് വർത്തായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതുപോലുള്ള ചെറിയൊരു ഊഞ്ഞാലും കുട്ടികൾക്ക് ഇങ്ങനെ തുള്ളിക്കളിക്കാൻ പറ്റുന്ന ചെറിയൊരു സംവിധാനവും ചെറിയ സ്ലൈഡും ചെറിയൊരു സൈക്കിളും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ പാർക്കിൻ്റെ സംവിധാനം. മെയിൻ റോഡ് സൈഡിൽ നിന്നും കുറച്ച് ഉള്ളിലേക്ക് കയറിയുള്ള ഒരു പാർക്ക് ആയതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നവരിൽ കൂടുതലും നമ്മുടെ നാട്ടുകാർ തന്നെയാണ്. പുറത്തുനിന്നുള്ള ആൾക്കാർ വളരെ കുറവാണ്. വാട്ടർ തീമിലുള്ള ആക്ടിവിറ്റീസിനായിട്ടുള്ള ചെറിയൊരു സംവിധാനമാണ് ഈ ഒരുക്കിയിരിക്കുന്നത്. പ്ലാസ്റ്റിക് വിരിച്ച് അതിനകത്ത് വെള്ളവും ചെറിയൊരു ബോട്ടും ഒക്കെ ആയിട്ട് ഒരു 1.5 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്ത അത്യാവശ്യം വേണ്ട കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഇന്നത്തെ ദിവസം അങ്ങനെ അടിപൊളിയായിട്ട് കഴിയും.